നമസ്കാരം. TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂരിൽ പ്രണയത്തിന്റെ പേരിൽ ആൺകുട്ടിയുടെ പിതാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. തൃപ്രങ്ങോട് സ്വദേശി എരിഞ്ഞിക്കകത്ത് ഹസന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓട്ടിസം പാർക്ക് താനൂരിൽ തയ്യാറാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. തലക്കാട് പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തിരൂരിൽ പ്രണയത്തിന്റെ പേരിൽ ആൺകുട്ടിയുടെ പിതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. തൃപ്രങ്ങോട് സ്വദേശി എരിഞ്ഞിക്കകത്ത് ഹസന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഇക്കഴിഞ്ഞ 7-ന് സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു എന്നാണ് കേസ്. തിരൂരിൽ സ്കൂട്ടർ യാത്രികനെ തടഞ്ഞു നിർത്തി ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരൂർ തൃപ്രങ്ങോട് ആലത്തിയൂർ എരിഞ്ഞകത്ത് ഹസന്റെ ജാമ്യാപേക്ഷയാണ് മഞ്ചേരി ജില്ലാ സെഷൻ കോടതി തള്ളിയത്. 2021 ഒക്ടോബർ 7 രാത്രി 10:15 കൈമലശ്ശേരിയിലാണ് സംഭവം. തിരൂരിൽ പരാതിക്കാരന്റെ മകനെ ഒരു സംഘം നേരത്തെ മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവെ 5-അംഗ സംഘം തടഞ്ഞു നിർത്തി ഇരുമ്പുവടി, പട്ടികവടി എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് പ്രതി 2021 ഒക്ടോബർ 11 പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. പ്രതിക്കെതിരെ ആയുധം കൈവശം വെച്ചതിനടക്കം 2 കേസുകൾ നേരത്തെ തിരൂർ പോലീസിൽ നിലവിലുണ്ട്. കൈമലശ്ശേരി സ്വദേശി കബീർ വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. പ്രതികൾ മറ്റു പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ആലത്തിയൂർ പരപ്പേരി സ്വദേശി ആലുക്കൽ സാബിനുൽ, ബിപിയങ്ങാടി സ്വദേശി തെണ്ടത്ത് ഷറഫുദ്ദീൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓട്ടിസം പാർക്ക് താനൂരിൽ തയ്യാറാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിവാർ കുടുംബ സംഗമവും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് പ്രതിബദ്ധതയുള്ള ജനകീയ സർക്കാരിന്റെ കടമയാണ്. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓട്ടിസം പാർക്ക് താനൂരിൽ തയ്യാറാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിവാർ കുടുംബ സംഗമവും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനം വന്ന ബഡ്ജറ്റിൽ ഒരു ഓട്ടിസം പാർക്ക് തന്നെ ആരംഭിക്കുന്നതിന് 50 ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ കെട്ടിടം പണിയുന്നതിന് വേണ്ടി നമ്മുടെ നഗരത്തിലുള്ള പ്രധാനപ്പെട്ട ഏറ്റവും എല്ലാവർക്കും വന്നു ചേരാൻ കഴിയുന്ന ഏറ്റവും സൗകര്യമുള്ള ഒരു വിദ്യാലയം എന്നുള്ള രീതിയിൽ താനൂർ GLPS അല്ലെങ്കിൽ ശോഭാപറമ്പ് സ്കൂളിൽ അതിനുള്ള സ്ഥലം കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സന്ദർഭവശാൽ ഈ കെട്ടിടം നിർമ്മിക്കുന്നത് കേരളത്തിലെ PWD വിഭാഗമാണ്. അവർ ആ വിദ്യാലയത്തെ സമീപിച്ചപ്പോൾ അവർ കത്ത് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇത് ചെയ്യാൻ അസൗകര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിദ്യാലയത്തിൽ അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കത്തുകൾ എഴുതുന്നത് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം ആ അധ്യാപകരെ അറിയിക്കാൻ ആദ്യം ഞാൻ തയ്യാറാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ജനകീയ സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ്. പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർമാനായാലും MLA ആയാലും ഒക്കെ തന്നെ ആ കാര്യത്തിൽ നല്ല മുൻകൈ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ചില ആളുകൾ എന്തോ ഒരു മടി പറയുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. കെട്ടിടം താനൂരിൽ യാഥാർത്ഥ്യമാകും. അത് ശോഭയല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു വിദ്യാലയത്തിൽ ആ കെട്ടിടം പണിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പരിവാർ താനൂർ ബ്ലോക്ക് സെക്രട്ടറി സിദ്ദിഖ് കൊഴൂർ അധ്യക്ഷനായിരുന്നു. താനൂർ നഗരസഭാ ചെയർമാൻ PV ഷംസുദ്ദീൻ, മുഹമ്മദ് മുസ്തഫ, CKM ബഷീർ, PT അക്ബർ, അഹമ്മദ് കുട്ടി താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ BMS മോട്ടോർ തൊഴിലാളികൾ തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തുക, ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കുക, പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക, പുതുക്കിയ വാഹന രജിസ്ട്രേഷൻ ഫീ വർധനവ് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുയർത്തി BMS മോട്ടോർ യൂണിയനുകളുടെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് തിരൂർ ധർണ സംഘടിപ്പിച്ചത്. തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം 10, 5, 12, 6 ഒക്കെ കൂട്ടി ടാക്സ് കുറച്ചിട്ടുണ്ട്. ഒരു പൈസ പോലും
കേരള സർക്കാർ കുറയ്ക്കുകയില്ല. കാരണം അത്രയും അവസ്ഥ വളരെ മോശമായ അവസ്ഥാവിശേഷമാണ് കേരളത്തിലുള്ളത് എന്നാണ് ഈ പറയുന്നത്. ദിനേശൻ കുറുപ്പത്ത് അധ്യക്ഷനായിരുന്നു. ആനന്ദൻ, പ്രകാശൻ, സുരേഷ് ബാബു, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പരിയാപുരം നവയുഗ കലാ സാംസ്കാരിക വായനശാല കായിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കലാഭിരുചിയുള്ള കുട്ടികൾക്കായി നൃത്ത സംഗീത പരിശീലനത്തിന് തുടക്കം കുറിച്ചു. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പരിയാപുരം നവയുഗ കലാ സാംസ്കാരിക വായനശാല കായിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കലാഭിരുചിയുള്ള കുട്ടികൾക്കായി നൃത്ത സംഗീത പരിശീലനത്തിന് തുടക്കം കുറിച്ചു. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ കൂടുതലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പഠിക്കുന്നുണ്ട്. നമ്മളൊക്കെ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, സത്യസന്ധമായി പറയില്ല. എൻ്റെ ഒരു ക്ലാസ്സിൽ പിന്നീട് കണ്ടിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടേ ഇല്ല. എനിക്കൊക്കെ ടീച്ചർ പഠിപ്പിച്ചത് ചോക്കിങ്ങനെ എടുത്തിട്ട് കാണിക്കും, ഇത് ടെസ്റ്റ് ട്യൂബ് ആണെന്ന് സങ്കല്പിക്കുക അല്ലേ? ടെസ്റ്റ് ട്യൂബ് ആണെന്ന് സങ്കല്പിക്കുക എങ്ങനെയാണ്? എന്നിട്ട് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഈ രണ്ട് തുള്ളി ഇറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനം നോക്കുന്നു പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എത്തി നോക്കും, ആ ചോക്കിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണൂലല്ലോ. ഇന്നത്തെ കുട്ടികളതല്ല. ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് തന്നെ കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാം, ടാബ് എന്താണെന്ന് അറിയാം, മൊബൈൽ ഫോൺ. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരെ 2 മിനിറ്റ് കൊണ്ട് നേരാക്കിയിട്ട് തിരിച്ചു തരും. വലിയ രൂപത്തിലുള്ള അറിവാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ നിമേഷ് താനൂരിനെ ചടങ്ങിൽ ആദരിച്ചു. നവയുഗ വായനശാല ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷം. കാരണം എൻ്റെ ഒരു ചെറുപ്പകാലത്ത് എൻ്റെ തുടക്കം ചൈത്രം എന്ന് പറഞ്ഞിട്ടൊരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അതിന് തുടക്കം കുറിച്ചത് ഞങ്ങളെപ്പോലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്നിട്ടാണ്. അതിൽ കയ്യെഴുത്ത് മാസികയാണ് ആദ്യം ഞങ്ങൾ തുടങ്ങിയ ആദ്യത്തെ സംഘടന. അതിൽ കയ്യെഴുത്ത് മാസികയിൽ വരയ്ക്കലാണ് എൻ്റെ ആദ്യത്തെ ജോലിയല്ല, അതിലാണ് തുടക്കം. അതിൽ നിന്നാണ് ഒരു കലാപ്രവർത്തനം അല്ലെങ്കിൽ ചിത്രകല അക്കാദമിക്കായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നതും അതിനുശേഷം അക്കാദമിക്കായിട്ട് പഠിക്കുന്നതും. സമ്മാന വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കമണി നിർവഹിച്ചു. വായനശാല സെക്രട്ടറി കെ സുശീലൻ സ്വാഗതവും പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷതയും വഹിച്ചു. രമാദേവി പി, ഷാഹിന പി, പ്രശസ്ത നർത്തകി ദിവ്യ കലാക്ഷേത്ര, പ്രശസ്ത ഗായിക സ്നേഹ CP, സുനിൽകുമാർ, ഹരികുമാർ കെ, VA അയ്യൂബ്, ഭാരത്ദാസൻ, സരിത VT, മിനിമോൾ TN എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തലക്കാട് പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം P മുഹമ്മദ് അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തലക്കാട് പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം P മുഹമ്മദ് അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത കാലത്ത് പെൻഷൻ ലഭിക്കാതായ വ്യക്തികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CPI ഈ മാർച്ച് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളോട് വളരെയധികം പ്രതിബദ്ധതയും അതേപോലെ തന്നെ അവരുടെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യേണ്ടിയിരുന്ന 2029 പേരുടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ബാങ്ക് ചുമതലപ്പെടുത്തിയ ആൾ വിതരണം ചെയ്യാതെ ക്രമക്കേട് നടത്തിയെന്നാണ് CPM ആരോപിക്കുന്നത്. നമ്മുടെ തലക്കാട് പഞ്ചായത്തിലെ UDF-ന്റെ ഭരണസമിതി ഈ വിഷയത്തിൽ 4-5 പാവപ്പെട്ട സ്ത്രീകൾ ഞങ്ങളുടെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഞങ്ങളുടെ കൈകളിൽ എത്തിയിട്ടില്ല, നിങ്ങൾ പരിശോധിക്കണം, നടപടി സ്വീകരിക്കണം, ആ പെൻഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്ന രീതിയിലുള്ള 5 പരാതികൾ തലക്കാട് പഞ്ചായത്ത് സെക്രട്ടറി കൈമാറി. കഴിഞ്ഞ ശനിയാഴ്ച കൈമാറി ഏകദേശം ഒരു 5:30 മണിയോടുകൂടിയാണ് ഈ പരാതികൾ ലഭിക്കുന്നത്. തിങ്കളാഴ്ച വീണ്ടും വന്നു വരാൻ. ആ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ബാങ്കിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തി പഞ്ചായത്തിന്റെ പെൻഷൻ സൈറ്റിൽ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് 2029 ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ വസ്തുത ഞെട്ടിപ്പിക്കുന്നത്.
ഉത്തരവാദികളായ UDF ബാങ്ക് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM തലക്കാട് ലോക്കൽ കമ്മിറ്റി ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത്. BP അങ്ങാടി ശാഖയിലേക്ക് നടന്ന മാർച്ച് CPM ഏരിയ കമ്മിറ്റി അംഗം P. മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. T. ഷാജി, N. സൈഫുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേങ്ങാടി ആരംഭിച്ച മാർച്ചിന് AK ബാബു, A. മോഹനൻ, P. വസന്ത, നുസൈബ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമകാലിക ഇറാഖിന്റെ കഥ പറയുന്ന വഫ അബ്ദുൾ റസാഖിന്റെ കഥകളുടെ മലയാള പരിഭാഷ പുറത്തിറങ്ങി. ഇറാഖി എഴുത്തുകാരിയായ വഫയുടെ കഥാസമാഹാരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത കഥകളാണ് പരിഭാഷപ്പെടുത്തിയത്. ഷാർജ പുസ്തകമേളയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. വളവന്നൂർ അൻസാർ അറബിക് കോളേജിലെ അധ്യാപകനായ ഡോക്ടർ AI അബ്ദുൽ മജീദാണ് കഥകൾ പരിഭാഷപ്പെടുത്തിയത്. സമകാലിക ഇറാഖിന്റെ വേദനകളും ആകുലതകളും പാർശ്വവരിക്കപ്പെട്ട ജനങ്ങളുടെ സങ്കടങ്ങളും വരച്ചു കാണിക്കുന്ന ഇറാഖി കഥാകാരിയായ വഫ അബ്ദുൾ റസാഖിന്റെ തെരഞ്ഞെടുത്ത കഥകൾ ആദ്യമായി മലയാളത്തിൽ വെളിച്ചം കണ്ടു. നക്ഷത്രങ്ങൾ പെയ്തുറങ്ങുന്ന രാവ് എന്ന് പേരിട്ടിരിക്കുന്ന കഥാസമാഹാരം ഷാർജ പുസ്തകമേളയിലാണ് പുറത്തിറക്കിയത്. വളവന്നൂർ അൻസാർ അറബിക് കോളേജ് അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ MI അബ്ദുൽ മജീദാണ് ഇറാഖി കഥകളുടെ മലയാള വിവർത്തനം തയ്യാറാക്കിയിരിക്കുന്നത്. 9ാമത്തെ വയസ്സ് മുതൽ വഫ എഴുത്തിന്റെ ലോകത്തുണ്ട്. അരികുവത്കരിക്കപ്പെട്ട ജനങ്ങളുടെ വേദനകൾ വരച്ചിട്ട വഫയുടെ ഏറ്റവും മികച്ച കഥകളാണ് അധ്യാപകനായ അബ്ദുൽ മജീദ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. യുദ്ധവും ഗോത്രകലഹങ്ങളും അധിനിവേശവും ഭരണകൂട അഴിമതിയും ചവച്ചു തുപ്പിയ ഇറാഖി ജനതയുടെ നോവും നൊമ്പരവും കഥകളിലൂടെ വഫ വരച്ചുവെച്ചു. അറബിക് സാഹിത്യ ഭാഷയിൽ 14ാം ഇറാഖി സംസാര ഭാഷയിൽ 11ാം കവിതാ സമാഹാരങ്ങൾ വഫയുടേതായി പുറത്തിറക്കിയിട്ടുണ്ട്. അറബി മലയാളം ഭാഷകളിൽ 14 പുസ്തകങ്ങൾ പുറത്തിറക്കിയ ഡോക്ടർ MI അബ്ദുൽ മജീദ് യമൻ കഥകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ഗാത്ത് ചവക്കുന്ന തെരുവുകൾ എന്ന പേരിൽ കഴിഞ്ഞ ഷാർജ പുസ്തകമേളയിൽ ആ പുസ്തകം പുറത്തിറങ്ങി. നിരവധി ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിക്കുകയും അന്താരാഷ്ട്ര ജേണലുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റൈറ്റേഴ്സ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ പുസ്തകം TN പ്രതാപൻ MP പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംസ്കൃതി വിഭാഗം മേധാവി ഡോക്ടർ ഗീതാകുമാരി ആദ്യപ്രതി ഏറ്റുവാങ്ങി. ഉസ്താദിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന് മുൻപുള്ള പുസ്തകങ്ങളും കേട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരുമൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെയും ഭാവനയുടെയും ചിന്തയുടെയും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്തരാർത്ഥങ്ങളുടെയും പൂർണ്ണ സത്ത ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് മലയാളികളായിട്ടുള്ള മഹാഭൂരിപക്ഷം പേരും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം തീർച്ചയായിട്ടും വായിക്കപ്പെടുക തന്നെ ചെയ്യും. വായിക്കപ്പെടുക മാത്രമല്ല, നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്ന നിരവധി വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനകത്ത് നന്മയുടെ വെള്ളി വെളിച്ചമായി ഈ പുസ്തകം നിലനിൽക്കും. ഈ പുസ്തകം എഴുതുന്നതിന് പാത്രീഭൂതനായ മടവൂർ ഉസ്താദിന് മലയാളി സമൂഹത്തിന്റെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ സമർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഡോക്ടർ AI അബ്ദുൽ മജീദ്, ഡോക്ടർ ഹുസൈൻ മടവൂർ, നവാസ് പൂനൂർ, ലിബി അക്ബർ, AP ഷംലാൽ, ബഷീർ തിക്കൊടി എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ CPM ഏരിയ സെക്രട്ടറി KT ശശി ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി KT ശശി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ രാമരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അധികാരത്തിൽ വന്നിട്ടുള്ള RSSും സംഘപരിവാറും വിഭാവന ചെയ്തിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ സാധാരണ മനുഷ്യന്റെ സാമ്പത്തിക വളർച്ച താഴോട്ടും നമ്മുടെ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ സാമ്പത്തിക വളർച്ച മേലോട്ടുമാക്കുന്ന ഒരു ഭരണമാണ് നടത്തുന്നത്. അതിന് സാമ്പത്തികമായി വളർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി ശതകോടീശ്വരന്മാർക്ക് സഹായകരമായ നിയമനിർമ്മാണം നടത്തുന്നതിനാവശ്യമായ സംവിധാനം ഇന്ത്യൻ പാർലമെന്റിനെ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുത. DYFI ബ്ലോക്ക് പ്രസിഡന്റ് മനു വിശ്വനാഥ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ട്രഷറർ P. വിനേശൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ PP ജാഫർ, അജിത് കാവനാട്, മുജീബ് റഹ്മാൻ, ബ്ലോക്ക് സെക്രട്ടറി KV ഖാദർ, സുനീർ കാരാട് തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പുമുക്ത സ്കൂൾ പരിസരം എന്ന പുത്തൻ ആശയവുമായി താനൂർ നഗരസഭ ട്രോമ കെയറുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ പരിശോധന ആരംഭിച്ചു.
1.5 വർഷത്തിലധികമായി പൂട്ടിക്കിടന്ന സ്കൂൾ പരിസരത്ത് പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാമെന്ന മുന്നിൽ കണ്ടാണ് താനൂർ ട്രോമ കെയറുമായി സഹകരിച്ച് താനൂർ നഗരസഭ പാമ്പ് മുക്ത സ്കൂൾ പരിസരമെന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഇതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തും. ട്രോമ കെയർ മലപ്പുറം ജില്ലാ യൂണിറ്റിലെയും താനൂർ യൂണിറ്റിലെയും പ്രവർത്തകരാണ് താനൂർ നഗരസഭയുമായി സഹകരിച്ച് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. താനൂർ ട്രോമ കെയർ യൂണിറ്റ് അംഗങ്ങളായ സ്നേക് മാസ്റ്റർ അബ്ബാസ്, റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന ആരംഭിച്ചത്. നമസ്കാരം. ഞങ്ങൾ മലപ്പുറം ജില്ലാ ട്രോമ കെയർ താനൂർ യൂണിറ്റ്, ഞാൻ തിരൂർ താലൂക്ക് സെക്രട്ടറി അബ്ബാസാണ്. ഞാനും എൻ്റെ സഹപ്രവർത്തകനും റസാഖും സ്നേക് മാസ്റ്റർമാരാണ്. താനൂർ നഗരസഭൻ്റെ കീഴിൽ ചെയർപേഴ്സൺ ശംസുദ്ദീൻ അവരുടെ കീഴിൽ വിവിധ സ്കൂളിൽ പോയി സർച്ചിങ് നടത്താനും സ്നേക്കിനെ സംബന്ധിച്ച് ചെറിയൊരു ബോധവൽക്കരണം കൊടുക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇനി ലാസ്റ്റ് എത്തുന്നവരെ ഞങ്ങളുടെ പ്രവർത്തനം ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും നാടിനും വേണ്ടി അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പരിശോധനയ്ക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പ്രാഥമിക ചികിത്സയെക്കുറിച്ചുള്ള ക്ലാസും ഇവർ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ താനൂർ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ കീഴിൽ താനൂർ നഗരസഭയിലെ മുഴുവൻ സ്കൂളുകളിലും പാമ്പ് പരിശോധന ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അവരുടെ ഒരു സന്നദ്ധ സേവനം എന്ന രീതിയിലാണ് ഇത് താനൂർ നഗരസഭയ്ക്ക് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മികച്ചൊരു പ്രവർത്തനത്തിന് താനൂർ നഗരസഭ സാക്ഷിയാവുകയാണ്. ഓരോ സ്കൂളുകളിലെയും എല്ലാ സ്കൂളുടെ മുക്കുമൂലയും പരിശോധിച്ച് പാമ്പിൽ നിന്നും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു നടപടിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്നേക് മാസ്റ്റർമാരായിട്ടുള്ള അബ്ബാസ്, റസാഖ് സാഹിബ് അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. അവർ താനൂർ നഗരസഭയോട് കാണിച്ചിട്ടുള്ള ഈ ഒരു പരിഗണനയ്ക്ക് താനൂർ നഗരസഭ എന്നും അവരോട് കടപ്പെട്ടിരിക്കും. ഇത്തരമൊരു പദ്ധതി ഏറെ ഗുണകരമാണെന്നും കുട്ടികൾക്ക് ഇതിലൂടെ ഒരു ബോധവൽക്കരണം നൽകാൻ കഴിയുമെന്നും അധ്യാപകരും പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ട്രോമ കെയർ യൂണിറ്റ് ഇവിടെ വരികയും നമ്മുടെ അദ്ദേഹം റസാഖ്, അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിൽ വന്ന് എല്ലാ സ്കൂളിൻ്റെ എല്ലാ പരിസരങ്ങളും പരിശോധിക്കുകയും അങ്ങനെ അപകടകരമായ രീതിയിലുള്ള പൊട്ടുകളോ മാളങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അടയ്ക്കുന്നുണ്ട്. എന്തായാലും അവരുടെ വന്ന് നമ്മൾക്കൊരു നിർദ്ദേശങ്ങൾ തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രധാനമായും ചപ്പുചവറുകൾ കൂട്ടിയിട്ടുള്ള പരിസരങ്ങളിലും സ്കൂൾ കെട്ടിടത്തിന്റെ ചെറിയ തറയിലും ഇവർ പരിശോധന നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂരിൽ പ്രണയത്തിന്റെ പേരിൽ ആൺകുട്ടിയുടെ പിതാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. തൃപ്രങ്ങോട് സ്വദേശി എരഞ്ഞിക്കകത്ത് ദാസിന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓട്ടിസം പാർക്ക് താനൂരിൽ തയ്യാറാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. തലക്കാട് പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ വാർത്ത സമാപിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നന്ദി, നമസ്കാരം.